വെഞ്ഞാറമൂട് വെള്ളുമണ്ണടിയിൽ 78 വയസ്സുള്ളവളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കനത്ത പോലീസ് സുരക്ഷയിൽ പ്രതി 28-കാരനായ ജിത്തുവിനെ സംഭവസ്ഥലത്തെത്തിച്ചപ്പോൾ വൈകാരിക രംഗങ്ങളാണ് അരങ്ങേറിയത്. ബലാത്സംഗം ചെയ്യണമെന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടെയാണ് പ്രതി എത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൃത്യം നടത്താൻ ഉപയോഗിച്ച വസ്തുക്കളും പോലീസ് കണ്ടെടുത്തു. ഏപ്രിൽ 7-ാം തീയതി രാത്രിയായിരുന്നു കേരളത്തെ നടുക്കിയ ക്രൂരത നടന്നത്. റബ്ബർ തോട്ടത്തിന് നടുവിലെ ഒറ്റപ്പെട്ട വീട്ടിൽ കഴിയുകയായിരുന്ന സീതമ്മയെ കീഴ്പ്പെടുത്തിയ ജിത്തു അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ബലാത്സംഗം ചെയ്യണമെന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടെയാണ് പ്രതി എത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മൽപ്പിടുത്തത്തിനിടെ സീതമ്മയുടെ തല ഭിത്തിയിലിടിപ്പിച്ചു. നിലവിളിച്ചപ്പോൾ വായ് പൊത്തിപ്പിടിച്ച് ക്രൂരമായ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് അതീവ രഹസ്യമായും കനത്ത സുരക്ഷയിലുമായിരുന്നു പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത്. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ സീതമ്മ താമസിച്ചിരുന്ന വീട്ടിലെത്തിച്ചപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും വികാരാധീനരായി. കൃത്യം നടന്ന വീടിന് സമീപത്ത് നിന്ന് നിർണായക തെളിവുകൾ പോലീസ് കണ്ടെടുത്തു. മദ്യക്കുപ്പിയും വെള്ളക്കുപ്പിയും ലേസിന്റെ കവറുമടക്കം പ്രതി ഉപേക്ഷിച്ച വസ്തുക്കളാണ് കണ്ടെടുത്തത്. ഇവ വാങ്ങിയ കടയിലും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയുടെ മാതാവിന്റെ കുടുംബവീടിന് സമീപത്താണ് കൊല്ലപ്പെട്ട സീതമ്മയുടെ താമസം. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇയാൾ മുൻപും പലതവണ ഈ വീട്ടിൽ വന്നിട്ടുള്ളതായാണ് പോലീസ് പറയുന്നത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ കണ്ടെത്തുക എന്നത് പോലീസിന് വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ഊർജിതമായ തിരച്ചിലിനൊടുവിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ വലയിലാക്കി. വാമനപുരം ആറിന്റെ തീരത്ത് കാട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ജിത്തുവിനെ പോലീസ് സാഹസികമായാണ് പിടികൂടിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.